സമയം രാവിലെ 5:30 മണി. UAE-ലെത്തിയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കാക്കകളെ ഇവിടെ കാണുന്നത്. റിയൽ ഫോറസ്റ്റിൻ്റെ നോയ്സ് അടക്കം കിട്ടുന്ന ഒരു ഫോറസ്റ്റിലൂടെയായിരുന്നു നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 360 വെച്ച് പുറത്തേക്കുള്ള കാഴ്ചകളും അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് മാൻകൂട്ടങ്ങളുടെ ഇടയിലൂടെ നമ്മളെ വണ്ടി അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. സമയം അതിരാവിലെ ആയതുകൊണ്ട് മാനുകൾ കൂട്ടത്തോടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലെത്തി അതിൻ്റെ എൻട്രൻസിലൂടെ നടന്നു പോകുമ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു ഞാൻ അവിടെ കണ്ടത്. ഒരു ഹിഡൻ ബീച്ച് തിരഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ ഞങ്ങളെ യാത്ര. അങ്ങനെ നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് തിരഞ്ഞ് എത്തിപ്പെട്ടു. അബുദാബിയിൽ വരുന്ന ഒരു വലിയ പുതിയ പ്രൊജക്റ്റിനെ പറ്റി അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. വരും വർഷങ്ങളിൽ അബുദാബിയുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിൽ ഒന്നാണിതെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പുതിയ പ്രൊജക്റ്റുകളെക്കുറിച്ചും അവരുടെ മിനിയേച്ചറിനെ പറ്റിയും എല്ലാം ഞാൻ അവിടെ നിന്നാണ് മനസ്സിലാക്കിയത്. ചുറ്റുഭാഗം കടലും ഒരു ഐലൻഡ് രൂപത്തിൽ രൂപപ്പെടുന്ന പുതിയ വില്ല പ്രൊജക്റ്റുകളും ഓഫീസ് പ്രൊജക്റ്റുകളും അവരുടെ എല്ലാ ഓഫീസുകളും ഞാൻ അതിലൂടെ കണ്ടു. വളരെ മനോഹരമായ അവരുടെ ഇൻഡോർ, എക്സ്റ്റീരിയർ, ഔട്ട്ഡോർ എല്ലാ സോഫകളും ചെയേഴ്സും അവരുടെ സെറ്റപ്പും എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഫാമിലി ആയിട്ട് പോയ ഞങ്ങളെ ഒരു തരത്തിലും ഡിസപ്പോയിൻറ്റ് ചെയ്യാണ്ട് അവർ നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും തന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. എസ്പെഷ്യലി അവിടുത്തെ ഓരോ കോണിലും ഉള്ള വ്യൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായി മാറി. മുന്നോട്ടുള്ള ഓരോ വഴികളും അതിൽ വെച്ചിട്ടുള്ള മരങ്ങളും ചെടികളും തൊട്ടടുത്തുള്ള നമ്മുടെ കടലിൻ്റെ വ്യൂ അതുപോലെ റോക്സ് കൊണ്ടുള്ള ഒരു വേ ഒക്കെ വളരെ മനോഹരമായിരുന്നു. അധികം ആഴമില്ലാത്തൊരു കടൽ തന്നെയാണ് അവിടെ ഉള്ളത്. വളരെ പ്യുവറായിട്ടുള്ള വാട്ടറും. പക്ഷെ നിലവിൽ നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കാനോ വെള്ളത്തിൽ ഇറങ്ങാനോ ഉള്ള പെർമിഷൻ ഇല്ല. അതറിയാണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം രാവിലെ 9 മണി മുതൽ ഓപ്പൺ ആണ്. നിങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് അവിടെ സ്പെൻഡ് ചെയ്യാം. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ പോയി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു.